ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങും. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, തനി പച്ച വെള്ളമാണ്. നമ്മളെല്ലാവരും പറയും വെള്ളമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊന്തിയൊന്നും വരില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്യാം. ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ മൈദപ്പൊടി. ജസ്റ്റ് കവറിൽ നിന്ന് പൊട്ടിച്ച് കപ്പിലിട്ടിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 250 ml കപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടിയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഓയിലൊക്കെ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചാൽ മതി. ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് നമുക്കിതിലോട്ടൊന്ന് ഈ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമ്മളൊന്ന് ഇതുപോലൊരു പാത്രം ഒന്ന് ചൂടാവാനായിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഇതിലോട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. വെള്ളം ചേർത്തെന്ന് വെച്ചിട്ട് ഇത് പൊങ്ങി വരാകുകയോ സോഫ്റ്റ് ആവുകയോ ചെയ്യാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് ബോർഡ് എടുത്തു, അതിലോട്ട് ഓരോ ലെയർ വെച്ചു. അതിലോട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു. വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതുപോലെ എല്ലാ ലെയേഴ്സും ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് ഓരോന്നും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.